നമസ്കാരം സാർ. നമസ്തേ. പിണറായിയെയും ഗോവിന്ദനെയും മധ്യപ്രദേശ് പോലീസ് പൊക്കുമോ? അതുകൊണ്ടാണോ കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ കേസിൽ ഇന്നലെ മുൻ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്? കേരളത്തിലെ കഴിഞ്ഞ കുറേയേറെ കാലമായി വളരെ വിവാദത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു വാർത്തയാണ് വൈറൽ കുംഭമേള പെൺകുട്ടിയുടെ വിവാഹം. അന്ന് മുതൽ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടി മൈനറാണ് എന്നും ഈ വിവാഹം നിയമപരമായി നിലനിൽക്കത്തക്ക ഒന്നല്ല എന്നും ഇതൊരു ശൈശവ വിവാഹത്തിന്റെയും പോക്സോയുടെയും പരിധിയിൽ വരുന്നതാണെന്നും വിവാദം ഉന്നയിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിലെ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ തുടക്കമുണ്ടായത്. അതിനുശേഷം ആരോപണ വിധേയയായിട്ടുള്ള പെൺകുട്ടിയും അവളുടെ ഭർത്താവും കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത് ഒരു അഭിഭാഷകനായിരുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണൂർ സ്വദേശിയായ ഒരു അഭിഭാഷകനാണ് ഇവർക്ക് വേണ്ടി ഹാജരായത്. പക്ഷേ മുൻകൂർ ജാമ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തില്ല. കാരണം ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് മധ്യപ്രദേശിലെ ഒരു കോടതി പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് അവിടെ പോയി ജാമ്യാപേക്ഷ, അവിടുത്തെ കൺസേൺ കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി കൊടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതിനുവേണ്ടി ഒരു മാസക്കാലത്തെ ട്രാൻസിറ്റ് ബെയിൽ എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തു നിന്നും അവിടെ പോയി ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള സാവകാശത്തിനാണ് ഈ ട്രാൻസിറ്റ് ബെയിൽ എന്ന് പറയുന്നത്. അത് അനുവദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫർമാൻ ഖാൻ മധ്യപ്രദേശിലെ ഈ മണ്ഡലേശ്വർ എന്ന് പറയുന്ന ജില്ലയിലെ പോക്സോ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. ഞാൻ നിരപരാധിയാണ്, രേഖയൊന്നും വ്യാജമല്ലേ, പെൺകുട്ടി മേജറാണ് തുടങ്ങിയ അഭ്യർത്ഥനകളോട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. അത് വാദം കേൾക്കുകയും രണ്ടു കൂട്ടരും ഹാജരാക്കിയ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോക്സോ കോടതി ഈ പയ്യന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. 30-ാം തീയതിയാണ് അപ്രകാരം ആ പോക്സോ കോടതിയുടെ ഉത്തരവുണ്ടായത്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരള ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. എന്താണെന്നറിയാവോ? വീണ്ടും ഒരു മാസക്കാലത്തേക്കൂടെ സാവകാശം വേണം ട്രാൻസിറ്റ് ബെയിലിന് വേണ്ടി. എന്ന് പറഞ്ഞാല് മധ്യപ്രദേശിലെ കോടതി നടപടികളും മറച്ചു വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ഹർജി ഫയൽ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനുണ്ട്, ക്രിമിനൽ രംഗത്ത് മിടുക്കനാണ്, വി സജിത് കുമാർ. അദ്ദേഹം അതിന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ആ വിവരം. അദ്ദേഹമാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഈ കേസിൽ. ഇന്ന് ഹൈക്കോടതി ഈ കേസിലെ വാദം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. നേരത്തെ സംസ്ഥാന സർക്കാരിനെ റെസ്പോണ്ടന്റ് ആക്കിക്കൊണ്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്ത സമയത്ത് അന്ന് അഡ്വക്കേറ്റ് ജനറൽ എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ എല്ലാ കേസുകളിലെയും പ്രധാനപ്പെട്ട ആളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോപാലകൃഷ്ണക്കുറുപ്പ് എതിർഭാഗത്തായിരുന്നു. അദ്ദേഹം നേരത്തെ ഹാജരായെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം ഗവൺമെന്റിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ലോ ഓഫീസർ എന്ന രീതിയിൽ അദ്ദേഹമാണ് ഏതൊക്കെ അഡ്വക്കേറ്റ് ആണ് ഏതൊക്കെ കേസിൽ ഹാജരാകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് ഇന്നലെ പ്രതിക്ക് വേണ്ടി ഹാജരായത്. അതിന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ റഹീം, ഗോവിന്ദൻ മാസ്റ്റർ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായ CPM നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് വരും എന്നുള്ള പേടി കാരണമാണ് ഈ അഡ്വക്കേറ്റ് ജനറലായ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഇന്നലെ ഹാജരായത്. CPM വല്ലാതെ ഭയക്കുന്നു ഈ കേസിനെ. അതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ദുരുദ്ദേശം, ഒരു ഗൂഢോദ്ദേശം ഇവർ വെച്ചിരുന്നു. അത് എന്ന് പറയുന്നത് കേരളത്തിലെ ഈ പറയുന്ന ലവ് ജിഹാദിനെ മൊത്തത്തിൽ വെള്ളപൂശാനുള്ള ഒരു പദ്ധതി ഇതിലൂടെ നടപ്പിലാക്കി എടുക്കാമെന്ന് അവർ ധരിച്ചു. അതിന്റെ ഒരു നീക്കം കൂടി ആയിരുന്നില്ലേ ഈ വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ പബ്ലിസിറ്റി കൊടുക്കലുമൊക്കെ? അതെ, മറ്റൊരു കേരള സ്റ്റോറി. ഇതാണ് യഥാർത്ഥ ട്രൂ കേരള സ്റ്റോറി എന്ന് വരുത്താൻ വേണ്ടിയുള്ള സർക്കാരിന്റെ PR വർക്കിന്റെ ഭാഗമായിരുന്നു ഈ വിവാഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളോട് ഞാൻ പറയുകയാണ്, ഈ പെൺകുട്ടിക്ക് എതിരല്ല ഞങ്ങൾ ആരും തന്നെ. ഈ പെൺകുട്ടി ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ ജനിച്ചു വളർന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്ത കാരണത്താൽ വൈറലായി മാറി എന്നുള്ള ഒരൊറ്റ കുറ്റമേ ആ കുട്ടി ചെയ്തുള്ളൂ. പക്ഷെ ആ കുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു കുരുക്കിലാക്കുകയായിരുന്നു എന്ന് എന്റെ അഭിപ്രായമല്ല, അതിന്റെ മാതാപിതാക്കൾ പറഞ്ഞതാണ്. ഈ സംഭവം ഉണ്ടായതിന്റെ അടുത്ത ദിവസം തന്നെ അതിന്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുള്ള വീഡിയോകള് സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബേറ്റി മൈനറാണ്, 16 വയസ്സേ ഉള്ളൂ എന്ന് ഒരു ജന്മം നൽകിയ മാതാപിതാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്രകാരം പ്രതികരണം നടത്തിയപ്പോൾ തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം സൈബർ അറ്റാക്കാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഏറ്റുവാങ്ങിയത്. എനിക്കെതിരെ പോലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനിടയായി.
ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്ന് VHP ലീഡർക്കെതിരെ പോക്സോ കേസ് ചുമത്തിയെന്നാണ്. ഓർക്കുക, എന്ത് പോക്സോ കേസായിരിക്കും എതിരെ? ഞാൻ സത്യം പറഞ്ഞു, യാഥാർത്ഥ്യം പറഞ്ഞു, അവരുടെ മാതാപിതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ മണ്ഡലേശ്വരം നമ്മൾ സ്ഥലവും കണ്ടിട്ടില്ല, അവിടെ പോയി രേഖ ഉണ്ടാക്കാനും ഞാൻ പോയിട്ടില്ല, ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നമ്മള് സത്യമാണെന്നുള്ള 100% ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇതിന് പുറകിൽ നിന്നത്. പക്ഷെ CPM സംവിധാനം അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് വിവാഹം നടത്തിയതും. അതിന്റെ പിറകിൽ ഒരു തിരക്കഥയുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു തിരക്കഥയുണ്ട്. കേരളമാണ് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല സംസ്ഥാനം എന്ന് വരുത്തിത്തീർക്കാൻ. പക്ഷെ ആ കുട്ടിയുടെ കാര്യം വളരെ കഷ്ടമാണ്. ആ കുട്ടിയോട് നമുക്ക് സഹതാപവും അനുകമ്പയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പിറകിൽ ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്? ഏതെങ്കിലും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും സഹായിച്ചതും ആരാണ്? തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയും അഭിപ്രായം. അത് മാത്രമല്ല, ഇതിനകത്ത് ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരാൾ നടത്തിയതല്ല. അതായത് ഇതിനകത്ത് ഒരു സംഘടിതമായ രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ട് എന്നുള്ളതാണ്. CPM ആണ് അതിനകത്ത്. അത് കൂടാതെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയും ഇതിനകത്ത് വരുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവരും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമ നടപടി വരുമ്പോൾ CPM-നെ മൊത്തത്തിലും ഈ പറയുന്ന ക്ഷേത്ര ഭരണസമിതിയിലുള്ള ആൾക്കാരെ നേരിട്ടും ബാധിക്കില്ലേ ഇത്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ അതിന്റെ രാഷ്ട്രീയ വശം സംസാരിച്ചു. ഈ ക്ഷേത്ര സമിതിയെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എരുമാനൂർ നായനാർ ക്ഷേത്രം. അവർ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആര് കയറി ചെന്നാലും കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു കേന്ദ്രമാക്കി അത് മാറ്റി. മധ്യപ്രദേശിലെ ദേശീയ പട്ടികവർഗ കമ്മീഷന് ആ ക്ഷേത്രത്തിൽ വന്ന രേഖകൾ പരിശോധിച്ചപ്പോഴും മധ്യപ്രദേശിലെ ഈ കേസ് അന്വേഷിക്കുന്ന ടീം വന്ന് അന്വേഷിച്ചപ്പോഴും ധാരാളം മിശ്ര മതവിവാഹങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ ക്ഷേത്രം മാറി. അതത്ര ശരിയായ കാര്യമല്ല. ഒരു ക്ഷേത്രത്തിൽ വെച്ചൊരു ഹിന്ദുവായിട്ടുള്ള പെൺകുട്ടിയുടെയും മുസ്ലിമായ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹം നടത്തിയാൽ അതിന് യാതൊരു വിധമായ നിയമപരിരക്ഷയുമില്ല. കേരളത്തിലെ മാരേജ് കോമൺ റൂൾസ് അനുസരിച്ച് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ. നിയമത്തിന്റെ പിന്തുണ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരമോ യാതൊരു വിധമായ നിലനിൽപ്പും ആ വിവാഹത്തിനില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അറിയാൻ വയ്യാത്ത മണ്ടന്മാരാണ് ആ ക്ഷേത്രം ഭരിക്കുന്നത് എന്നുള്ളതും ഒരു വളരെ ദുര്യോഗമാണ്. അതും ഒരു തെറ്റാണ്. ഇതിന്റെ പിറകിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ പിറകിൽ ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ലക്ഷണമായിരുന്നു ഇന്നലെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറച്ചു വെച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നടത്തിയ നാടകം. അതിനകത്ത് മുൻ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാര് പങ്കാളികളായി എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്താണ് കരുതേണ്ടത്? അടുത്ത സമയത്ത് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായത് തുല്യവും സമാനവുമായിട്ടുള്ള സാഹചര്യമാണ് ഈ കേസിലും ഉണ്ടായത്. അദ്ദേഹം അഡ്വക്കേറ്റ് ജനറലായിരുന്ന കാലത്ത് റെസ്പോണ്ടന്റിന് വേണ്ടി സംസ്ഥാന സർക്കാരായിരുന്നു. ആ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലോ ഓഫീസറായി അദ്ദേഹം ആ സ്ഥാനം മാറി ഉടനെ തന്നെ പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്തു എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ, വളരെയധികം ശരിയാണ്. ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ കൃത്യമായ ശിക്ഷ ഉണ്ടാകട്ടെ. ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.